ഹലോ, ഇന്ന് ചിങ്ങ ഒന്ന് എല്ലാവരുടെ പണിയായി കഴിഞ്ഞാൽ ഇന്ന് ചിങ്ങ ഒന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഓട്ടപ്പാച്ചിൽ ബഹളമായിരുന്നു കേട്ടോ. കാലത്ത് തന്നെ ജോലിയൊക്കെ തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ നടന്നില്ല. കാലത്ത് അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. അങ്ങനെ ഓടി ഓടി ഇതായപ്പോൾ ഒരു മോരൊഴിച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ടേ. ഇതാ കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ വെച്ചു. ഞാനപ്പോളേ ബീൻസ് തോരൻ വയ്ക്കാൻ ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ നേരം കിട്ടിയില്ല. അപ്പം ഞാനേ മോനുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഇതാ ഒരു സൂത്രൊക്കെ കൂട്ടാൻ വയ്ക്കുകയാണ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ. നല്ല മധുരവും എരിവും കയ്പും ഒക്കെയുള്ള ഒരു അച്ചാറാണ്. കയ്പയ്ക്ക അച്ചാർ. കടുക് പൊട്ടിച്ചു. കുറേ നേരമായി ഗ്യാസ് ഓണായി കിടക്കുകയായിരുന്നു കേട്ടോ. അതാണ് കടുക് ടപ്പയിൽ പൊട്ടട്ടെ. കായപ്പൊടി നോക്കിയപ്പോൾ കട്ട കുത്തി കിടക്കുകയാണ്. അപ്പോൾ കായപ്പൊടി ഉലുവ ഇടാം കേട്ടോ. കടുക് പൊട്ടിച്ചു. ഇനി ഉലുവ, കായപ്പൊടി കട്ട കുത്തി കിടക്കണ കാരണം 2 കായ കഷ്ണം കൂടി അതിട്ടിട്ടു. ഇനി 3-4 ഉണക്കമുളക് കൂടി ഇടണം കേട്ടോ. ഉണക്കമുളക് എവിടെയാ? ഞാനേ ഈ ഇടയ്ക്കിടയ്ക്ക് ഓട്ടം ഓടണ കാരണം എനിക്ക് തന്നെ എൻ്റെ വീട്ടിലെ സാധനങ്ങൾ അറിയാണ്ടായി. കിട്ടി. ഉണക്കമുളക് പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് 2 കരിവേപ്പില പൊട്ടിച്ചിടാം. ഇളക്കിയിട്ടേ ഈ കയ്പയ്ക്കിടാം. ഇനി കയ്പയ്ക്ക് നല്ലോണം പച്ചമണം മാറുന്ന വരെ ഇളക്കണം കേട്ടോ. കയ്പയ്ക്ക് കൊടുക്കണമെന്നാവട്ടെ. കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പിടുമ്പോഴേ വേഗമായി കിട്ടും. ആരാണ് ഈ അടുക്കളപ്പണിയെ കണ്ടുപിടിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും. ദൈവമേ, 3 നേരമാണ് മനുഷ്യന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കലല്ലേ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോഴത്തേക്ക് ഉച്ചക്കൽ തൂണായി, പിന്നെ ഒരു രാത്രിയിലത്തെ ഭക്ഷണമായി. പിന്നെ ഞാൻ ആലോചിക്കും പണ്ടത്തെ അമ്മമാരെ കടുപ്പിലൂതി അതൊന്ന് കല്ലിലിട്ടടിച്ചും പിന്നെ ഇരുന്ന് പാത്രം കഴുകും. അതൊന്നും നമുക്കില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അപ്പോൾ അത് ഇതൊന്നായി വരട്ടെ കേട്ടോ. ഈ 3-4 പാത്രങ്ങൾ കഴുകട്ടെ. കയ്പയ്ക്കയുടെയൊക്കെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പച്ചച്ചോവ മാറിയിട്ടുണ്ടേ. പിന്നെ എന്നറിയോ, മുഴുവനായിട്ട് മൊരിയണ്ട കേട്ടോ. അതിൻ്റെ കഷ്ണത്തിനുണ്ടല്ലോ ഇത്തിരി ഇത് വേണം കേട്ടോ. കണ്ടോ, ഖനം വേണേ. ഇനി നമുക്കാണ് ഇതിലേക്ക് മുളക് പൊടി പൊടിച്ചിട്ട് എനിക്ക് ഡബിളിടാൻ പറ്റിയിട്ടില്ല, കവറിൽ തന്നെ ഇരിക്കുകയാണേ. മുളക് പൊടി, അച്ചാറല്ലേ, കുറച്ച് കൂടുതൽ കിടക്കട്ടെ. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ പഞ്ചസാര. ഇത് 3ഉം കൂടി ഇട്ടങ്ങോട്ട് ഇപ്പോൾ ഇതാ നല്ലോണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടോ. ഇനി ഒരു കൊള്ളാത്ത സാധനം ഒഴിക്കണം, സുറുക്ക. അപ്പോഴാണ് ഈ പുളിയൊക്കെ പിടിക്കാറ്. പിന്നെ ചെറുക്കിക്ക് വരും പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പക്ഷെ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോഴേ ഇവിടെ അങ്ങനത്ര ഇഷ്ടമാവാറില്ല. എന്നാലും ഇനി ആരോഗ്യത്തിന് നല്ലതാണല്ലോ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ. ഈ ചുറുക്ക നല്ലതല്ലല്ലോ. എന്നാലും ഞാൻ കുട്ടികൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാ കേട്ടോ. ഓക്കെ, നല്ല സൂപ്പർ കയ്പയ്ക്ക അച്ചാർ തയ്യാർ. ഇതപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്കൊക്കെ സൂക്ഷിക്കാം കേട്ടോ പുറത്ത്. പിന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം.
എങ്കിലും സൂപ്പറാട്ടോ കഴിക്കാൻ. ആ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി നല്ല രസമാണ് കഴിക്കാൻ. കാണിച്ചു തരാം കേട്ടോ കഴിച്ചിട്ട്. ഞാൻ വീഡിയോ എടുക്കാൻ എല്ലാവരെയും വിളിച്ചു, ആരും വന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി പറയാം കേട്ടോ. എരിവ്, പുളി, ഉപ്പ്, മധുരം സൂപ്പറാട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്നൊക്കെ വയ്ക്കാൻ പറ്റിയൊരു കൈപ്പയ്ക്ക അച്ചാർ റെഡി. എൻ്റെ മോൻ്റെ ഇവിടെ ഓടി 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 കണ്ടോ. അപ്പോൾ ശരി, ഓക്കേ.